ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു എലൈൻ കുർത്തിയാണ്. അപ്പം ഈ എലൈൻ കുർത്തിയുടെ നെക്കിൽ നമ്മൾ ഹാൻഡ് വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ക് ഭാഗവും ഇതിൻ്റെ ഒരു സ്ക്വയർ പോർഷനാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതെടുത്തേക്കുന്നത് ഏത് മെറ്റീരിയലാണ് ആദ്യം പറയാം. ഇതെടുത്തേക്കുന്നത് കലങ്കാരി മെറ്റീരിയലാണ്. 2.5 മീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിന് നമ്മുടെ യോക്കിൽ ഡിസൈൻ ചെയ്യാനും കൈയുടെ അറ്റത്ത് ഡിസൈൻ ചെയ്യാനും ഞാൻ ഇതേപോലെ 1/2 മീറ്ററിൻ്റെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കുർത്തി നമ്മൾ ചെയ്യുന്നത് 40 ചെസ്റ്റുള്ള അളവിലാണ് നമ്മൾ ഈ കുർത്തി ചെയ്യുന്നത്. അപ്പോൾ ഈ കുർത്തി നമുക്ക് 4ആയിട്ടൊന്ന് മടക്കിയിടണം. ആദ്യം ഞാനൊന്ന് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഒന്നും കൂടെ ഞാനിത് 4ആയിട്ട് മടക്കുവാണേ. അപ്പോൾ നീളം അനുസരിച്ച് ഞാനിത് 4ആയിട്ട് മടക്കിയിടുവാണേ. നീളത്തിൽ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് അങ്ങനെ ഞാനിതിപ്പം 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട തുണിയിൽ നമ്മൾ ഷോൾഡർ അടിച്ച് മറിക്കാനായിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് 7 ഇഞ്ചാണ്. താഴേക്ക് 6.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ലൈനിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ അളവുകളും മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് 40 ചെസ്റ്റ് കുർത്തി ആയതുകൊണ്ട് 10 ഇഞ്ച് 4-1 മാർക്ക് ചെയ്യുമ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ താഴോട്ട് 6.5 ഇഞ്ച് വരച്ചതിൻ്റെ സെൻറ്റർ 3.25 വെച്ചിട്ട് നമ്മളതൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്കതൊന്ന് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കണേ. അപ്പോൾ ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് ആം ഹോൾ കറക്റ്റായി വരച്ചെടുക്കുന്ന വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ആ ലൈനിൽ നിന്ന് താഴേക്ക് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്, വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ട് അതും ഒരു ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ലൈനിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്, നിങ്ങളുടെ ഹിപ്പിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടുത്തെ വണ്ണമെന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ്. അപ്പം തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ ഭാഗത്ത് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. അപ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ചെസ്റ്റ് വേസ്റ്റ് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അതേപോലെ ചെസ്റ്റും വേസ്റ്റും മാർക്ക് എന്നിട്ട് അവിടുത്തെ തയ്യൽ തുമ്പിൻ്റെ അവിടത്തേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്ത് ആ സ്കെയിലും കൊണ്ട് തന്നെ താഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അറ്റമില്ലേ, നമ്മൾ 4ആയിട്ട് മടക്കി വയ്ക്കുന്നതിൻ്റെ ആ അറ്റത്തോട്ട് നമുക്ക് ആ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് വളഞ്ഞൊന്നും പോകാതെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് താഴെ വരെ കൊടുക്കണം. ഞാൻ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2.5 ഇഞ്ച് മീറ്റർ വാങ്ങിച്ച തുണി ആയതുകൊണ്ട് വിഡ്ത്ത് ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ അറ്റത്തു നിന്ന് 3 ഇഞ്ച് കയറ്റി ഞാനൊരു മാർക്കിങ് കൊടുക്കുന്നത്. ഈ 3 ഇഞ്ച് എന്തിനാണ് കയറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുർത്തി സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ 2 വശം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത്. എന്നിട്ട് അതൊന്ന് സെൻറ്ററിലേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ആ താഴ്ഭാഗമാണ് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം. ഇനി എന്നിട്ട് നമ്മൾ താഴേന്ന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വരുവാണേ. അങ്ങനെ നമ്മൾ ആ ഷേപ്പ് ചെയ്ത് ആ ഭാഗത്തൂടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് എടുക്കണേ. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗം മടങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റണം. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക്
ഫ്രണ്ട് മാത്രം മടക്കി ഇട്ടിട്ട് നമുക്ക് ആം ഹോളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. ഫ്രണ്ടിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. എന്നിട്ട് ആദ്യം ഒരു 1/4 ഇഞ്ചിലാണ് ഞാനിതുപോലെ ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ആം ഹോൾ ഞാൻ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, 1/4 ഇഞ്ച് നേരിയതായിട്ട് ഞാൻ ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി ഒരു കട്ടിങ് കൂടെ കൊടുക്കണേ. ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിനും ബാക്കിനും നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ ചെസ്റ്റിൻ്റെ ആ മെഷർമെൻറ്റ് അറിയാൻ വേണ്ടി അവിടെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. വേസ്റ്റിൻ്റെ ലെങ്ത് അറിയാൻ വേണ്ടി ആ വേസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ. എന്നു വെച്ചാൽ ഇത് നമ്മൾ ലാസ്റ്റ് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോഴും നമ്മൾ പിന്നെയും കട്ടിങ് ഒന്നും ചെയ്യണ്ട, മെഷർ ചെയ്യേണ്ട. അപ്പം എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി അടുത്ത് നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത്രയും ഭാഗമേ കിട്ടിയുള്ളേ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ആ 11 ഇഞ്ചിൻ്റെ വെയ്ത്ത് വരുന്നിടത്ത് കണ്ടോ, അത്രയും തുണിയില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴ്ഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് വെട്ടിൽ നമുക്ക് യോക്കിന് കൊടുത്ത അതേ മാച്ചിങ് ആയിട്ടുള്ള ഫാബ്രിക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിന് ലെങ്തും കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ മുകളിലത്തെ പിന്നെ ആം ഹോളിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്, മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ താഴത്തേക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യണം. ഈ ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് 40 40നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇഞ്ച് കിട്ടും. അതാണ് ഞാൻ അവിടെ താഴത്തേക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എന്നിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഫോൾഡ് ഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണം. ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അളന്ന് നോക്കണം. അതിനു മുമ്പ് നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്തെ വണ്ണം 9 ഇഞ്ചൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ റൗണ്ട് 9 ഇഞ്ചല്ലേ. അപ്പോൾ ആ 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് ഈ 9 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യേണ്ടതായിരുന്നു. അവിടെ തുണി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ആ 9 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ സ്ലീവിൻ്റെ ലെങ്ത് വരച്ച ആ ലൈനിൽ നിന്ന് നമ്മൾ താഴേക്ക് 3.5 ഇഞ്ചിൻ്റെ ആ മാർക്കിങ്ങിൻ്റെ എന്ന് വെച്ചാൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതിൻ്റെ അവിടത്തേക്കുള്ള നമ്മൾ ചരിച്ച് വരച്ചേക്കുന്ന ആ വരയുടെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യണം. ഹാഫ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ചരിച്ചിട്ട് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ലേ, ഹാഫ്, ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് വരച്ചിട്ട് എന്നിട്ട് നമുക്ക് താഴേക്ക് സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്കങ്ങോട്ട് വരച്ചു കൊടുക്കണം. അപ്പം ഈ സ്ലീവ് കട്ട് ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത എല്ലാ കുർത്തിയിലും നമ്മൾ സ്ലീവ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് ഷേപ്പിൽ ആംഹോളൊന്ന് റൗണ്ട് ചെയ്ത് നോക്കണം. നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. ആ 9 ഇഞ്ച് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് തയ്യൽ തുമ്പൂടെ കൊടുക്കാൻ മറക്കല്ലേ. എന്നിട്ട് താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അപ്പം മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ആ ഭാഗത്തേക്ക് കറക്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോൾ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ നല്ല വശങ്ങൾ ആദ്യം നിവർത്തിയിട്ടു. അതിൻ്റെ മേലെ 2 സ്ലീവ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ മറ്റേ സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ഇപ്പോൾ തയ്യൽ തുമ്പ് എത്രയാണോ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്, ഞാനിവിടെ 2 ഇഞ്ചാണ് എല്ലാത്തിനും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സെൻറ്ററിനും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ സെൻറ്ററും തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ നേരിയതായിട്ട് വന്നിട്ട് 1/4 ഇഞ്ചിൽ മാത്രം നമുക്ക് ഒന്ന് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം.
സ്ലീവിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ആ സെൻറ്റർ വരെയും പോകരുത്, അതേപോലെ തയ്യൽ തുമ്പിന് ഇപ്പുറവും വരരുത്. എന്നിട്ട് അവിടെ നമുക്കൊരു കട്ടിങ്ങോടെ കൊടുക്കണം, അത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി. ഇനി നമുക്ക് യോക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1/2 മീറ്ററാണ്. അപ്പം അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പീസ് എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇത് 2ആയിട്ട് മടക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ നമ്മൾ മറ്റേ പീസിന് ചെയ്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗമൊന്ന് മാർക്ക് ചെയ്തിടണം. നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലേ. അപ്പം എന്നിട്ട് മുകളിലത്തെ വണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നത്, മുകളിലത്തെ വിഡ്ത്ത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ 5.5 ഇഞ്ചാണ് മുകളിലത്തെ യോക്കിൻ്റെ പീസിൻ്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് 14 ഇഞ്ചാണ് ഞാൻ യോക്കിൻ്റെ ഭാഗം വരെയുള്ള ലെങ്ത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാമേ. എത്രമാത്രം യോക്ക് വേണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എന്നിട്ട് 14 ഇഞ്ചിൽ താഴേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്തും നമുക്ക് എത്രയാണ് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടുത്തെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ 5.5 ഇഞ്ചും താഴെ 4.5 ഇഞ്ചും. അപ്പോൾ ഏകദേശം ഒരു ബോട്ട് ഷേപ്പിലുള്ള കിട്ടും. അപ്പം ഇതേപോലെയാണ് നമ്മൾ ആ ഷേപ്പ് വരുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഞാനിതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പിന്നെ യോക്കിൻ്റെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഈ പീസിലാണ് നമുക്ക് നെക്കിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നെക്കും നമുക്ക് അതേപോലെ താഴ്ഭാഗത്ത് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ മെറ്റീരിയലിൽ നമുക്ക് 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ നിങ്ങൾക്കത് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാമേ. എന്നിട്ട് നെക്കിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 6 ഇഞ്ചാണ് ലെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിതും നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റിക്കൊടുക്കാം. അവിടെയും 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് പോലെ വരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിലാണെങ്കിൽ നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ച് നെക്ക് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ആം ഹോൾ കർവിൻ്റെ വെച്ച് നെക്ക് മാർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ നെക്ക് നമുക്ക് ഒരു സൈഡിലല്ലേ വന്നിട്ടുള്ളൂ, മറു സൈഡിലും വരാൻ വേണ്ടി നമ്മൾ അതേപോലെ തിരിച്ചൊന്ന് മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൈ കൊണ്ട് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പം നമുക്ക് മറു സൈഡിലും അതേപോലെ നമുക്ക് കിട്ടുവേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തിൽ നെക്കിനകത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് താഴോട്ട് യോക്കിലും വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് 4 ഇഞ്ച് ലെങ്തിൽ നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തെ വണ്ണം എത്രയാണോ അതനുസരിച്ച് വിഡ്ത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്യുന്നത് ഈ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സ്റ്റെമ്മും അതേപോലെ ലീഫും വെച്ചിട്ട് ഒരു ഡോട്ട് കൊടുത്ത ഒരു വർക്കാണെങ്കിൽ ഫുള്ള് ഈ വർക്കേ ഉള്ളേ. ഇതിപ്പം ഫുള്ളും ഇങ്ങനെ ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിതേപോലെയുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സും റൗണ്ട് ബീഡുമാണ് എടുത്തേക്കുന്നത്. രണ്ടും സിൽവർ കളറിലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ബീഡാണോ കയ്യിലുള്ളത് അത് എടുക്കാവുന്നതാണ്. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോർമൽ ത്രെഡിൽ ഞാൻ നേരിയതായിട്ടുള്ള നീഡിലാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ ചെറിയ മുത്തൊക്കെ ചെറിയ ബീഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ലീഫാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടി 4 കട്ട് ബീഡ് നമ്മൾ ആദ്യം ഇങ്ങനെയൊന്ന് കൊരുത്ത് എടുക്കുക. അപ്പോൾ എന്നിട്ട് ഈ 1 2 3 4 കട്ട് ബീഡല്ലേ വെച്ച് ആദ്യത്തെ 1ൻ്റെയും 2ൻ്റെയും നടുക്കുന്ന് നമുക്ക് അടുത്ത 4 കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ കണ്ടോ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടും. ഫസ്റ്റ് 2 കട്ട് ബീഡിൻ്റെ നടുക്കൂടെ വെച്ചിട്ട് അടുത്ത 4 കട്ട് ബീഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ 4 കട്ട് ബീഡ് ഞാൻ നീഡിലിനകത്ത് കോർത്തിട്ടുണ്ട്. എന്നിട്ട് അതും അടുത്തുകൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് അതേപോലെ അടുത്ത 1 2 ബീഡിൻ്റെ നടുക്കുന്ന് നമുക്ക് അടുത്ത 4 കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് ഈ
ലീഫെല്ലാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതും നമ്മളിങ്ങനെ 3 ലെയറായിട്ട് കണ്ടോ. അപ്പം നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ലീഫ് ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെയാണ് ഞാൻ ഈ എല്ലാ ലീഫും ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിതിൻ്റെ വീഡിയോ ഇട്ട് തരാമേ. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ വേറെ ഒരു ഇതെടുത്തിട്ടുണ്ട്. സ്റ്റെം ചെയ്യാൻ വേണ്ടി ഇതേപോലെ ആ ലീഫ് മുഴുവൻ ചെയ്യണേ. അടുത്ത് നമുക്ക് സ്റ്റെം കാണിക്കാൻ വേണ്ടി ഓരോ കട്ട് ബീഡ് വെച്ചിട്ട് ബാക്കിലായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഓരോ കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് പോണേ. കുറേയേറെ കട്ട് ബീഡ് എടുക്കരുത്. ഓരോ കട്ട് ബീഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വർക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. 1, 2, 3 കട്ട് ബീഡും ഒക്കെ വെച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വർക്ക് തീരും. പക്ഷേ അതിൻ്റെ ആ ലുക്ക് ഒത്തിരി സ്പേസ് വരും നമ്മളത് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോ കട്ട് ബീഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ലീഫിൻ്റെ ആ സ്റ്റെമ്മിൻ്റെയൊക്കെ ആ ഭാഗം വളഞ്ഞൊക്കെ ഇരുകളാണെങ്കിൽ ആ വളവ് അതനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റെമ്മ് മുഴുവൻ അങ്ങനെ ഓരോ കട്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് 5 ഡോട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം സെൻറ്ററിലൊരു ഡോട്ട്, പിന്നെ അതിന് ചുറ്റും 4 ഡോട്ട് ഇട്ടിട്ട് അത് നമ്മൾ റൗണ്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം സെൻറ്ററിൽ റൗണ്ട് ബീഡ് കുത്തിയെടുത്തു. ഇനി എന്നിട്ട് ഓരോ സൈഡിലും നമ്മൾ പിന്നെ ആദ്യം നമ്മൾ ഈ സൈഡിലത്തെ 4 ഇതും ചെയ്യുന്നത് ഒരു കട്ട് ബീഡ് ഒരു റൗണ്ട് ബീഡ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ബീഡ് എടുത്തു. കട്ട് ബീഡ് എടുത്തു. എന്നിട്ട് അതിനകത്തിൽ ഒരു റൗണ്ട് ബീഡും കൂടെ വെച്ചിട്ട് കണ്ടോ, കട്ട് ബീഡും റൗണ്ട് ബീഡും കൂടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ അതാണ് ആ 4 ഭാഗത്തും കട്ട് ബീഡും റൗണ്ട് ബീഡും കൂടെ വെച്ചിട്ട് അറ്റത്ത് റൗണ്ട് ബീഡും സെൻറ്ററിൽ കട്ട് ബീഡും വരുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ യോക്കിൽ നമ്മൾ വർക്കെല്ലാം ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം നെക്കിൽ ചെയ്തു. എന്നിട്ട് ബാക്കി ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ നെക്കിൽ ഡോട്ടുള്ളിടത്ത് ചെയ്ത അതേ ഡിസൈനാണ് താഴെയും ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് നമുക്ക് ബിഗിനേഴ്സിനും ഈ എംബ്രോയ്ഡറി വർക്കൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡിസൈനാണ്. അതേപോലെ നമുക്ക് ബീഡ്സ് വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുള്ള ഈസി ആയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ്. അപ്പം നമുക്ക് ഈ വർക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ യോക്ക് പീസിൽ നമുക്ക് ചെയ്യാമേ. അതിനു വേണ്ടി സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗത്തേക്ക് ആ സെൻറ്ററിൻ്റെ ലൈന് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യോക്കിൻ്റെ സെൻറ്ററും പിന്നെ കുർത്തിയുടെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ ഒരുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ എന്നിട്ട് നമ്മൾ 3 സൈഡും ഷോൾഡറിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള 3 സൈഡിലും ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ. അപ്പോൾ ഇത് കാണുമ്പോൾ ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഈ ഭാഗവും അതേപോലെ താഴ്ഭാഗവും അതേപോലെ മറ്റേ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണേ. അങ്ങനെ ഞാൻ 3 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിലും 6 ഇഞ്ച് നെക്കിൻ്റെ ലെങ്തിലും ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് അത് ഇതുപോലൊരു തുണിയുമായിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ക്യാൻവാസിൻ്റെ അരികത്ത് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൽ കൊള്ളാതെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ. അങ്ങനെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നെക്ക് റൗണ്ട് നെക്കാണ്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ടാണ് എടുക്കണേ. എന്നിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഈ നെക്കൊന്ന് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്നിട്ട് നമുക്ക് ഈ നെക്കൊന്ന് തിരിച്ചിടണം. അപ്പം നെക്ക് തിരിച്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇടുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലുള്ള നെക്ക് കിട്ടി. നല്ല റൗണ്ട് നെക്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഒന്നെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട്
അയൺ ചെയ്യാവുന്നവർക്ക് അയൺ ചെയ്യാം. അതേപോലെ ക്യാൻവാസ് അല്ലേ അടിയിൽ, അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസിൻ്റെ അവിടെ ഹെമ്മിങ് ചെയ്താലും മതി. ഞാനിപ്പോൾ നെക്കിൻ്റെ എഡ്ജിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അകത്ത് ക്യാൻവാസിൽ വെച്ചിട്ട് അകത്തോട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഏതാണ് താല്പര്യം അതേപോലെ ചെയ്യാം. ഇതിങ്ങനെ എഡ്ജിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. അടുത്ത നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഈ സ്ലീവിൻ്റെ നല്ല വശവും ഈ പീസിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അത് നമ്മളിപ്പം സ്റ്റിച്ച് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഈ സ്റ്റിച്ച് അതവിടെ ഇതിപ്പോൾ കുറച്ചൊന്ന് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പതിച്ച് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മേലെ നമ്മളൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കുമ്പോൾ അത് പതിച്ചിരിക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് ആദ്യം ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കൊടുക്കണേ. ഇനി എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ബാക്കിൻ്റെ ക്യാൻവാസാണ്. അത് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലൈനിങ് തന്നെ വെച്ച് ചെയ്യാം. ഇവിടെ ലൈനിങ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ക്യാൻവാസ് വെച്ചിട്ട് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ വെച്ചിട്ട് നമ്മൾ ആ ക്യാൻവാസിൻ്റെ ആ ഭാഗം ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് കൊടുക്കണേ. അതേപോലെ മറ്റേ ഭാഗവും സ്റ്റിച്ച് കൊടുത്ത് അപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചെയ്യാനുള്ളത് സ്ലീവ് പിടിപ്പിക്കുന്നതാണ്. അപ്പം സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഒരു സൈഡിലോട്ടും അതേപോലെ മറു സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ 2 സ്ലീവും നമ്മൾ ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ട് കുർത്തി നമുക്കൊന്ന് ഷേപ്പ് ഒന്ന് ചെയ്യണേ. എന്നിട്ട് അടിവശം ആദ്യം ഒന്ന് 1/2 ഇഞ്ചിൽ മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കി അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ കുർത്തിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ കുർത്തി ഇങ്ങനെയാണ് വരുന്നത്, എലൈൻ രീതിയിലാണ് വരുന്നത്. അപ്പം നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ദക്ഷിണ ഡിസൈൻസ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്